ഈ പ്രതികൾക്ക് നമസ്കാരം. രാവിലെ മുതൽ എല്ലാവരും വലിയ ആകാംക്ഷയിൽ തന്നെയായിരുന്നു. എറണാകുളം ജില്ലാ സെഷൻസ് കോടതി എന്താണ് വിധി പുറപ്പെടുവിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും അഭിഭാഷകരും എല്ലാവരും തന്നെ വലിയ രീതിയിൽ എന്തായിരിക്കും ഈ 1 മുതൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അത് രാവിലെ കേസ് എടുത്തു. അത് പ്രതികൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് കേട്ടു. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് വിധി പ്രഖ്യാപിക്കും എന്നത്. അതിനെ തുടർന്ന് വൈകുന്നേരം 4:45 കൂടിയിട്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിൽ എത്തിയത്. ഈ പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് ശിക്ഷ നൽകിയത്. കൂടാതെ 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1-ാം പ്രതി NS സുനിൽ എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കൂട്ടബലാത്സംഗ കേസിൽ 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നുണ്ട്. അതിജീവിതയുടെ വിവാഹ നിശ്ചയ മോതിരം തിരികെ നൽകണം. തൊണ്ടിമുതലിന്റെ ഭാഗമായുള്ള മോതിരമാണ് അതിജീവിതയ്ക്ക് തിരികെ നൽകേണ്ടത്. വിവാഹമോതിരം കാണത്തക്ക വിധത്തിലാണ് പ്രതികൾ കൂട്ടബലാത്സംഗം നടന്ന ദിവസത്തിൽ അതിജീവിതയുടെ വീഡിയോ ചിത്രീകരിച്ചത്. ഇതൊക്കെയാണ് വിധി പറയുന്നതിനിടയിൽ ജഡ്ജി പറഞ്ഞത്. കൂടാതെ ഈ 1-ാം പ്രതി പൾസർ സുനി 7 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞതുകൊണ്ട് ബാക്കി 12.5 വർഷം കൂടി തടവ് അനുഭവിച്ചാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ ശിക്ഷ അനുഭവിക്കണം എന്നാണ് നമുക്ക് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി മുറിയിൽ ഈ കരച്ചിലടക്കാനാകാതെ 6-ാം പ്രതി പ്രദീപ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദീപിന് ഈ ജയില് മാറ്റി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിയ്യൂരിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് എന്തായാലും കോടതി പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകാനും പ്രതിയോട് പറഞ്ഞിട്ടുണ്ട്. 2-ാം പ്രതി മാർട്ടിൻ വിധി പ്രസ്താവം കേട്ടതോടെ കോടതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു. ശിക്ഷ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞത്. 2-ാം പ്രതി മാർട്ടിന് 13.5 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടാതെ ഈ ഒരു വീഡിയോ ദൃശ്യം പകർത്തി അത് ഈ പെൻഡ്രൈവിൽ സൂക്ഷിച്ചിട്ടാണ് അത് പോലീസിന് കൈമാറിയത്. പോലീസിന്റെ കൈവശമുള്ള ഈ ഒരു തെളിവ് അത് അതിജീവിതയ്ക്ക്, അതായത് PW1 അതിജീവിതയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്നും പ്രത്യേകം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല വിധിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അവർക്ക് മാനസികമായ ആഘാതവും നൽകി. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, 1-ാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിക്കുന്നു. 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. നിർഭയ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്ന് കോടതി കാണുന്നു. അതിനാലാണ് പ്രതികൾക്ക് ഈ ഒരു ശിക്ഷ നൽകുന്നതെന്ന് വിധി പ്രസ്താവനത്തിൽ ജഡ്ജി പറയുകയായിരുന്നു. അതേസമയം പ്രോസിക്യൂഷൻ പറഞ്ഞത് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു. എന്നാൽ അത് പക്ഷേ കോടതി പരിഗണിച്ചില്ല. ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത്. കുറ്റകൃത്യത്തിന്റെ ചരിത്രം, പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല എന്നും ഈ വിധി പ്രസ്താവനയിൽ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിധിയിൽ തൃപ്തിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും 8-ാം പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ
അതിന് അപ്പീൽ നൽകാനുള്ള സാധ്യത നോക്കുന്നുണ്ട് എന്നാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൾസർ സുനി അടക്കമുള്ള പ്രതികളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ വലിയ ആകാംക്ഷയോടെയാണ് എല്ലാവരും ഇവിടെ കാത്തിരുന്നത്. അല്പസമയം തന്നെ ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.